മകൾ കാർ ആക്സിഡന്റിൽ മരിച്ചതിന് 2 കോടി രൂപ നഷ്ടപരിഹാരം കിട്ടിയതറിഞ്ഞ ജാക്ക് എന്ന സ്ത്രീ അടങ്ങുന്ന 3 കള്ളന്മാർ അന്ധനും ട്രെയിൻഡ് മിലിറ്ററിക്കാരനുമായ നോർമന്റെ വീട്ടിലേക്ക് മോഷ്ടിക്കാൻ ചെല്ലുന്നു. ലോക്കറിൽ ഗൺഫയറിന്റെ ശബ്ദം കേട്ട നോർമൻ നിർഭയം ഒരാളെ വെടിവെച്ചു കൊല്ലുന്നു. പേടിച്ചെങ്കിലും മറ്റൊരു ലോക്കറിൽ പണം കണ്ട അവർ അതെടുത്ത് ബേസ്മെന്റിലൂടെ പുറത്തു കടക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ബന്ധിച്ച നിലയിൽ ഒരു സ്ത്രീയെ കാണുകയും അവളെ രക്ഷിച്ച് പുറത്തു കടക്കാൻ ശ്രമിക്കവേ താഴെ അയച്ചു വെച്ച അവരുടെ ഷൂ കണ്ട് ഇനിയും കള്ളന്മാർ ഉണ്ടെന്ന് മനസ്സിലാക്കിയ നോർമൻ പുറത്തു വന്ന് ഷൂട്ട് ചെയ്യുന്നു. തടവിലാക്കിയ സ്ത്രീ ആ വെടികൊണ്ട് മരിക്കുകയും ഒരു ഫൈറ്റിന് ശേഷം കീഴടങ്ങിയ കള്ളൻ തന്ത്രപരമായി രക്ഷപ്പെടുകയും ചെയ്യുന്നു. നഷ്ടമാകാൻ കാരണക്കാരിയായ സ്ത്രീയിലൂടെ തന്നെ മകൾക്ക് പകരം മറ്റൊരു കുഞ്ഞിനെ കിട്ടാൻ കളക്ട് ചെയ്തു വെച്ച സ്പേം ഇഞ്ചക്ട് ചെയ്ത് പ്രഗ്നന്റ് ആക്കിയ തടവുകാരിക്ക് പകരം ഇപ്പോൾ ജാക്കിനെ യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഫൈറ്റ് ചെയ്ത് രക്ഷപ്പെട്ടു പോകുമ്പോൾ മറ്റേ കള്ളനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും കാറിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ജാക്കിനെ വലിച്ചുകൊണ്ടുവന്നെങ്കിലും തന്ത്രപരമായി തലക്കടിച്ച് അവൾ രക്ഷപ്പെടുന്നു. പിറ്റേന്ന് വിദേശത്തേക്ക് കടക്കുന്ന ജാക്ക് ടിവിയിൽ കാണുന്നത് ഹോസ്പിറ്റലിലായ നോർമൻ നഷ്ടമായ പണത്തെയും തന്നെയും കുറിച്ച് പോലീസിന് യാതൊരു സൂചനയും നൽകാത്തതാണ്.